ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. സുഖമില്ലാത്ത കാരണമായിരുന്നു വീഡിയോ ഇടാതിരുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ ലക്ഷ്മി പൂജ ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച ചെയ്ത പൂജയുടെയാണ്. അപ്പം വെള്ളിയാഴ്ച നമ്മുടെ തുളസി ഇലയും വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൂക്കളൊക്കെ വെച്ചാണ് അർച്ചന നടത്തിയത്. നമ്മുടെ വൈകുന്നേരത്തെ ലക്ഷ്മി പൂജയുടെയാണ് കേട്ടോ. അപ്പം നിവേദ്യമായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മധുര നാരങ്ങയും പാലും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി ഇല കൊണ്ട് ഓം ശ്രീ മഹാലക്ഷ്മി എന്നുള്ള മന്ത്രം ചൊല്ലി അർച്ചന നടത്തി. സാധാരണ ഞാൻ പൂക്കൾ കൊണ്ട് ചെയ്യാറുണ്ട്. ഒരു താമരപ്പൂ ഇങ്ങനെ വിരിയാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും വിരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് പൂജ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ വിരിഞ്ഞ് കിട്ടിയില്ലായിരുന്നത്. പിന്നെ ഞാൻ തുളസി ഇല കൊണ്ട് തന്നെ അർച്ചനയൊക്കെ നടത്തി. ഇനി അത് അടുത്ത ആഴ്ച വിരിഞ്ഞ് വരും. അപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആവും. അപ്പോൾ അത് പിച്ചാൻ പറ്റാതെ അങ്ങനെ പോകുമെന്ന് തോന്നുന്നു. നല്ലൊരു പൂ വന്നിട്ടുണ്ടായിരുന്നു താമരയിൽ. കുറേ നാളുകൊണ്ട് പൂക്കളൊന്നും പിടിക്കാതെ അങ്ങനെ പിടിച്ച് വരുന്നതാണ്. അപ്പം ലക്ഷ്മി പൂജയൊക്കെ ചെയ്തു. വെള്ളിയാഴ്ചത്തെ പൂജയുടെയാണിത് കേട്ടോ. ഇത് ഞാൻ ഇന്ന് തിങ്കളാഴ്ച വീണ്ടും എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം ചിലർക്കൊക്കെ നല്ല ഭാഗ്യമുള്ളതായിട്ട് തോന്നാറില്ലേ? അച്ഛനമ്മമാരെ കിട്ടുന്നതും നല്ല ഭർത്താവിനെ കിട്ടുന്നതും നല്ല മക്കളെ കിട്ടുന്നതും ഒക്കെ ചില സ്ത്രീകളുടെ ഭാഗ്യമാണ്. എന്നാൽ ചില സ്ത്രീകൾക്കത് എല്ലാം ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടാകും. ചിലപ്പോൾ അച്ഛനമ്മമാരെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ടാകും, ഭർത്താക്കന്മാരെ കൊണ്ടുണ്ടാകും. മക്കളെ കൊണ്ടും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്വഭാവം ശരിയല്ലെങ്കിലും അവർക്ക് നല്ല ജോലിയില്ലെങ്കിലും ഒക്കെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഈ അമ്മമാർ മരുമക്കൾക്ക് ഭാര്യയും അവരുടെ മകനും ഭാര്യയും കൂടെ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും കൂടോത്രം ചെയ്യുമെന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരുണ്ടോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ഇപ്പം എനിക്ക് പരിചയത്തിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അയൽവക്കത്തുള്ള ഒരു പയ്യനെ സ്നേഹിച്ച് അതിൻ്റെ പേരിൽ ആ പയ്യൻ്റെ അമ്മ ഇതുപോലെ പെൺകുട്ടി ഇതാകാൻ വേണ്ടി എന്തോ കൂടോത്രം ചെയ്തെന്നൊക്കെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ കല്യാണം വേറെ കഴിഞ്ഞു പോയി, എന്നിട്ട് പോലും അവർക്ക് വൈരാഗ്യം കൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഇതുപോലൊക്കെയുള്ള വീഡിയോകൾ കാണുമ്പം കറക്റ്റായിട്ട് ചിന്തിച്ചു പോകും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. ഈ സ്ത്രീയുടെ അനുഭവം കൊണ്ട് എനിക്കറിയാവുന്നത് കൊണ്ട് കേട്ടോ. ആ പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, കുറേ നാൾ സുഖമില്ലാതായി. അവരിങ്ങനെ നോക്കിച്ചപ്പം ഇങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്, കൈവശം കൊടുത്തതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അന്നേരം തന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോഴാണ് ഇവർക്ക് സംശയം തോന്നിയത്, ഇവർ കൊടുത്ത എന്തോ ഫ്രൂട്ട്സ് കഴിച്ചിട്ടായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ ഇവർക്കും തിരിച്ചും കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അത് ഞാൻ കണ്ടതാണ്. അവരുടെ ഭർത്താവിന് സുഖമില്ലാതാവുകയും ഭയങ്കര ഒത്തിരിയും കഷ്ടപ്പെടുകയും ഈ സ്ത്രീ ഒരുപാട് ദുരിതം അനുഭവിക്കുകയൊക്കെ ചെയ്തു ഈ ഭർത്താവിനെ കൊണ്ടൊക്കെ. അദ്ദേഹം അവസാനം ഒരുപാട് പ്രായം ആകുന്നതിന് മുമ്പേ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളും അമ്മമാരും ഒക്കെ ഉണ്ട് സത്യത്തിലെന്ന്. അന്ന് എനിക്കത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു വീഡിയോ കേട്ടപ്പോൾ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമായിരുന്നു. സത്യമായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരുണ്ടാകും, സ്ത്രീകളുണ്ടാകും. ഇത്ര ദുഷ്ടതയോടെ ചിന്തിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ കാര്യം സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നല്ല ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. നമുക്ക് സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നും. എല്ലാവർക്കും ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല. എല്ലാവർക്കും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും മനസ്സ് നന്നായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പം ഞാൻ വൈകുന്നേരം
വൈകുന്നേരമല്ല 11 മണിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് സ്നാക്സാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉച്ച സമയത്തൊരു പയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ ഒക്കെ ചേർത്ത് ഇങ്ങനെ തക്കാളിയും ഉള്ളിയും പച്ചമുളകോ നല്ല എരിവുള്ള പച്ചമുളകോ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. 11 മണി സമയത്ത് നമ്മൾ രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10-11 മണിയാകുമ്പോൾ ഒരു ചെറിയ വിശപ്പുണ്ടാവുമല്ലോ, ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം. അത് ഫ്രൂട്ട് സാലഡോ വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. വൈകുന്നേര സമയത്തും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു 4 മണി സമയത്ത് നമ്മൾ ഈ സ്നാക്സൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലൊക്കെ കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ ചെറിയ 11 മണിക്ക് കഴിക്കാനായിട്ട് നമ്മൾ ടിഫിൻ കൊടുക്കില്ലേ, സ്നാക്സൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ഉള്ളത് കൊടുക്കാമെങ്കിൽ നല്ല ഹെൽത്തിയാണ്. പ്രോട്ടീൻ റിച്ച് ഒരു സ്നാക്സാണിത് കേട്ടോ. നാടൻ പലഹാരം എന്ന് പറയാം, പലഹാരമല്ല, ഒരു നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നാരങ്ങ നീരും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.